ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. നമ്മളിപ്പോൾ കാണുന്നത് മണിമഹേഷ് കൈലാസം, മണിമഹേഷ് ലൈക്ക് എന്നതാണ്. കൈലാസം 5 എണ്ണമുണ്ട്. ആ 5 എണ്ണത്തിലെ 3-ാമത്തെ കൈലാസമാണെന്ന് പറയും. ആദ്യത്തെ കൈലാസം ചൈനയിലുള്ള തിബത്ത്, അവിടെയാണ്. 2-ാമത്തേത് ഉത്തരാഖണ്ഡിലുള്ള ആദ്യ കൈലാസം ഓം പർവ്വതമാണ്. 3-ാമത്തെ മണിമഹേഷ് കൈലാസം, മണിമഹേഷ് ലൈക്ക് ഒക്കെയാണ്. ഉറഞ്ഞുകൂടിയ മഞ്ഞുകട്ടകളാണ് ഈ കാണുന്നത്. ഈ തടാകത്തിലെ തനി ഐസാണ്. ആ ഐസിൽ കൂടിയാണ് യാത്ര. കണ്ടില്ലേ, 2 ഭാഗവും ഐസ് കട്ട നിറഞ്ഞിരിക്കുന്നു. ദുർഘടമാണ് ഈ യാത്ര. ഏകദേശം ഈ യാത്ര ഒരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. കൊടും തണുപ്പുണ്ടാവും. പല സമയത്തും ഓക്സിജൻ കുറവാണ്. ഐസുപാളികളെല്ലാം കുത്തി നോക്കിയിട്ട് വേണം നമുക്ക് നടക്കുവാൻ. ഇല്ലെങ്കിൽ ആ ഐസ് മാറി നമ്മൾ വലിയൊരു ഗർത്തത്തിലേക്ക് പോകും. മഹാദേവനും പാർവതി ദേവിയുടെയും സങ്കേതമാണെന്ന് പറയപ്പെടുന്നു. ഓരോ മനുഷ്യജന്മത്തിലും കിട്ടുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണ് ഈ യാത്ര, മണിമഹേഷ് ദർശനം. പ്രകൃതി സുന്ദരമായ കൊടും തണുപ്പ് അനുഭവിച്ചിട്ട് വേണം ഈ സങ്കേതത്തിലെത്തുവാൻ. ഈ സങ്കേതത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത്. മഹാദേവൻ്റെ ആ ശൂലവും അവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനാലയവുമാണ് ഈ കാണുന്നത്. ഇവിടേക്ക് എല്ലാ സമയത്തും നമുക്ക് സഞ്ചരിക്കുവാൻ പറ്റുന്നതല്ല. അതിൻ്റെ സീസൺ തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് പോയ യാത്രാ സംഘത്തിൽ പെട്ടവരാണ് ഈ കാണുന്നത്. ശംഭോ മഹാദേവ, അവിടെയുള്ള ഒരു ശിവലിംഗത്തിൽ ഇതാ ധാര നടത്തുകയാണ് ഈ ഭക്തന്മാർ. ഈ ഭക്തന്മാരുടെ ഒരു മഹാദേവൻ്റെ കാരുണ്യം കൊണ്ടാണ് യാതൊരു കുഴപ്പവുമില്ലാതെ അവിടെ വന്നു ചേരുവാൻ സാധിച്ചത്.